യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നൊരാഗ്രഹമായിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്ന ഓരോ മലയാളികളും രണ്ടാമത്തെ ഒരു വീട് തന്നെ ആവുകയാണ് പ്രവാസ ജീവിതം, അല്ലെങ്കിൽ UAE, അല്ലെങ്കിൽ ഓരോ GCC കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോഴും എത്ര വർഷത്തോളം നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിൽ ഇരിക്കുന്നവർക്കായാലും തിരിച്ചു പോക്കിലേക്ക് അവർ നോക്കാറില്ല. ഒരു വെക്കേഷൻ ഹോമായിട്ട് മാത്രം നാട്ടിനെ കണ്ടിട്ട് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ എപ്പോഴും സഹായകരമായ ഒരു നാടാണ് UAE. നമ്മളെ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരു നാടാണ് UAE. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന അജ്മാനിലാണ്. ഒരുപാട് വർഷം ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്ത് റിട്ടയർമെൻറ്റിന് ശേഷം UAEയിലെത്തി ഇപ്പോൾ 5 വർഷമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന മസായ ബിൽഡിംഗ് മെറ്റീരിയൽസ് ട്രേഡിംഗ് എന്ന കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള ഷാജഹാൻ സാറാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ അതിഥി. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം, നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അദ്ദേഹത്തിന് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കൊല്ലമാണ് താങ്കളുടെ സ്വദേശം. കൊല്ലം എവിടെയാണ്? പള്ളിമുക്ക്. അപ്പൊ ആ നാടിനെയൊക്കെ വിട്ടിട്ട് 5 വർഷമായി ഇപ്പൊ പ്രവാസ ജീവിതം. അതിന് മുന്നേ ഉള്ള ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ താങ്കൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. 1995 സൗദി അറേബ്യയിൽ വിവാഹം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം സൗദി അറേബ്യയിൽ പോയി. അവിടെ 4 വർഷം നിന്നു. അപ്പോൾ PSC പല ടെസ്റ്റുകളും എഴുതിയിരുന്നു. അതിനു മുമ്പ് ട്യൂട്ടോറിയൽ ഫീൽഡായിരുന്നു. ഏകദേശം 10 വർഷത്തോളം ട്യൂട്ടോറിയൽ അധ്യാപകനായിട്ട് പലയിടത്തും പോയി. അങ്ങനെയാണ് അതിനുശേഷമാണ് വിവാഹം നടന്നു. മകന് 4 വയസ്സായപ്പോൾ ഞാൻ സൗദി അറേബ്യ പോയി. അത് വലിയ താല്പര്യത്തോടല്ല പോയത്, പക്ഷേ 4 വർഷം അവിടെ പിടിച്ചു നിന്നു. റിട്ടയർമെൻറ്റിന് ശേഷം 3 മാസം നാട്ടിൽ നിന്നു. അപ്പോഴ് എൻ്റെ മകൻ നിൽക്കുന്ന കമ്പനിയിൽ ഞങ്ങളുടെ കസിനാണ്, പുള്ളിയുടെ മകനുമായിട്ട് ഇവിടെ ഒരു കഫ്തേരിയ വാപ്പി അത് സ്വന്തമായിട്ട് നടത്തുക. അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. ഞങ്ങളൊരു ഹോട്ടൽ നടത്തി. അത് 2 വർഷം നടത്തി, 2.5 വർഷം നടത്തി. പക്ഷേ നമ്മൾ അത് ആ ഒരു ഫീൽഡിൽ പാചകം ഭയങ്കര ക്രൈസാണ്. അപ്പോൾ അതുമായിട്ട് അങ്ങനത്തെ ഒരു സ്ഥാപനം നടത്താൻ ആഗ്രഹിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഫെയിലിയറായിപ്പോയി. കുറച്ച് പൈസ നഷ്ടപ്പെട്ടു. എങ്കിലും തളർന്നില്ല. പിന്നീട് ആണ് എൻ്റെ ഫ്രണ്ട്സും വേറെ 2 എന്നെപ്പോലെ തന്നെ ഏജ്ഡായിട്ടുള്ള 2 ഫ്രണ്ട്സ്, അത് എൻ്റെ കസിൻസ് തന്നെ, അവരും എല്ലാം കൂടെ ചേർന്ന്, ഒന്ന് ഷിഹാബുദ്ദീൻ, പിന്നെ ഒരു ഹാരിസ്, ഒരു അൻവർ, ഇവരെല്ലാം കൂടെ ചേർന്ന് കുറച്ചുകൂടെ പൈസ ചിലവാക്കി ഒരു പുതിയ ഫീൽഡിലോട്ട് വന്നു. ബിൽഡിംഗ് മെറ്റീരിയൽ, മസായ ബിൽഡിംഗ് മെറ്റീരിയൽ തുടങ്ങി. അത് ആദ്യത്തെ 6 മാസം നമ്മൾ തുടക്കം എന്നുള്ള രീതിയിൽ സെയിൽസൊക്കെ വളരെ കുറവാണ്. പിന്നെ ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത്, പിന്നെ ഈ കസ്റ്റമറുമായിട്ടുള്ള നല്ലൊരു ബന്ധമാണ്. ഞാൻ പൊതുവെ പഴയ ആൾക്കാരെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടുക എന്നുള്ള അത് എനിക്കൊരു പ്രത്യേക അത് നല്ല അഭിമാനത്തോടു കൂടി പറയുകയാണ്. കാരണം ആരെ കണ്ടാലും അവരെ ഞാൻ പിന്നെ ജീവിതകാലത്തിൽ കുറേ എത്ര നാളുണ്ട് അതുവരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ നല്ല കുറേ കസ്റ്റമറുകൾ നമുക്കുണ്ട്. പിന്നെ 3-4-5 കമ്പനികളിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഹോൾസെയിൽ സപ്ലൈ ഉണ്ട്. ഹോൾസെയിലല്ല, അവർ ഓർഡർ തരും, നമ്മളതനുസരിച്ച് അവർക്ക് സാധനം എടുത്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കൊരു സ്റ്റാഫുണ്ട്. പിന്നെ എൻ്റെ പാർട്ട്ണറും കസിനുമായ ആൾ പർച്ചേസറാണ്. പുള്ളിയും ഇതുപോലെ എന്നെ പോലെ ഏജഡാണ്. പിന്നെ എന്തായാലും അത് ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നു. എൻ്റെ വൈഫും ഞാനും മകനും മരുമകളുമാണ്. വീട്ടിൽ മരുമകൾ എൻജിനീയറിങ് കഴിഞ്ഞ BTech വിദ്യാർത്ഥിനിയായിരുന്നു. പക്ഷെ അവിടെ വന്നിട്ട് ലോജിസ്റ്റിക്കിൽ ജോലി കിട്ടി ചെയ്യുന്നു. എൻ്റെ മകൻ ജോലി ചെയ്യുന്നത് അൽ നസീബ് കിച്ചൺ എന്ന് പറയുന്ന അജ്മാനി തന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ കമ്പനിയാണ്. അതിലുവരെ അവരെൻ്റെ റിലേറ്റീവ്സാണ്. ഇപ്പോൾ അവർ തന്നെ ഇപ്പോൾ അവരുടെ അടുത്ത തലമുറയെ ഏൽപ്പിക്കുകയാണ്. അവർ കമ്പനി
അവർ ആ കമ്പനിയിൽ തന്നെ അവിടെ മക്കളും മരുമക്കളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ കൂടുതൽ റിലേറ്റീവ്സ് ഉണ്ട്. പിന്നെ നാട്ടിനെ അപേക്ഷിച്ച് നാട് മിസ്സാവുന്നില്ല, കാരണം പഴയതുപോലെയല്ലേ ഇപ്പം നമ്മളെന്നും പിന്നെ തൊട്ട് വിളിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളു. അത്രമാത്രം ടെക്നോളജി ആയി. അപ്പം മക്കളെ വിളിക്കുന്നു, ബന്ധുക്കളെ വിളിക്കുന്നു. താങ്കൾക്കും ഒരുപാട് വർഷം മുന്നേ പ്രവാസ ജീവിതത്തിലേക്ക് വന്നതാണ് മകൻ. അതെ അതെ അതെ. മകന്റെ ഒരു യാത്രയിൽ താങ്കൾ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ കസിൻസിൻ്റെ കമ്പനിയിൽ അയാൾ നല്ല ഹാർഡ് വർക്കറാണ്. കമ്പനിയിൽ ആ കമ്പനിയിൽ നിന്ന് തന്നെ കുറേ പ്രാവശ്യം അയാൾക്ക് നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, ക്യാഷ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അയാൾ പിന്നെ അവർക്ക് കോയമ്പത്തൂർ കമ്പനിയുണ്ട്, പിന്നെ വിദേശത്ത് തന്നെ പല രാജ്യങ്ങളിലും ഇദ്ദേഹമാണ് അവരെ റെപ്രസെന്റ് ചെയ്യുന്നത്. മകൻ്റെ പേര് അബിൻ ഷാനിസ് എന്നാണ്. ഇപ്പോഴും ഇറ്റലിയിലൊക്കെ പോയിട്ട് വന്നത്. മകളുടെ പേര് ആനിസ്, മരുമകളുടെ പേര് ആമിന, വൈഫിൻ്റെ പേര് സലീന. എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഉയർച്ച, അതായത് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്ന ഷിഹാബുദ്ദീൻ എന്നും അബ്ദുൽ അസീസ് എന്ന് പറയുന്ന കൂട്ടുകാരാണ്. അവരാണ് ഈ MK എന്ന് പറയുന്ന കമ്പനി നടത്തുന്നത്. അവർക്ക് വേറൊരു പാർട്ട്ണറുണ്ട്, ബഷീർ. അപ്പോൾ അവരുടെയൊക്കെ വളരെ ഈ രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ അത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരും അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ ഇതിലാണ്. അവരുടെ ഒരു സപ്പോർട്ടാണ് ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ ആ ഒരു നിർത്തുന്നത്. പിന്നെ ഇവിടെ 1224 ജർഫ് മലയാളീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാനും അതൊരു അംഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ 9-ാം തീയതി ഓണപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു നേട്ടമാണ്. ആ ഗ്രൂപ്പ് വഴി നമുക്ക് വളരെ കൂടുതൽ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് അവർ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ അഡ്മിന്മാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച ഒരു വ്യക്തിയാണെങ്കിലും അവിടെ കുടുങ്ങി കിടന്നിരുന്ന ഒരാളായിരുന്നു. അതെ അതെ. എന്തായാലും എൻ്റെ മകൻ വഴിയും എൻ്റെ ഈ കസിൻസ് വഴിയും എനിക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റുകയും അവിടെ ഒരു സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേര് റിട്ടയർ ചെയ്തിട്ട് ചുമ്മാതെ വീട്ടിൽ ഇരുന്ന് ഒരുപാട് അസുഖങ്ങളും ഒക്കെ ആയിട്ടും പിന്നെ കൂടുതൽ ജീവിതത്തിൽ അങ്ങ് ഒതുങ്ങി ജീവിക്കുന്ന കുറേ കൂട്ടുകാരും കോവർക്കേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിന് സാഹചര്യം കൊടുക്കാതെ ഈ രാജ്യത്ത് വന്ന് UAE എന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാതെ, പ്രത്യേകിച്ച് കേരളത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ UAE ജീവിതം വെരി ഹാപ്പിയാണ്. ഒരു റിട്ടയർമെന്റ് ജീവിതത്തിനോട് സാർ ഒരിക്കലും യോജിക്കുന്നില്ല. റിട്ടയർ ചെയ്ത അത്ര ആ ഒരു ബാച്ചിനോട് ചേരുമ്പം നമുക്ക് വേറൊരു ലെവലിലെ ചിന്താഗതികളാണ്. പ്രായമാകും തീർച്ചയായിട്ടും. അപ്പം അതിൽ നിന്നും വിഭിന്നമാണ് പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്തുക, അതിൽ ഏണിങ് ഉണ്ടാക്കുക. അപ്പം വീണ്ടും അങ്ങനെ ഒരു പ്രചോദനം തന്നെയാണ്. ഏതായാലും നിങ്ങളെ ജീവൻ TVയുടെ ഈ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്നെ വന്ന് കാണുകയും അത് എന്തോ ഒരു ദൈവഭാഗ്യം പോലെ നമ്മൾ അവരെ പരിചയപ്പെട്ടു, അവരെന്നെ വന്ന് കണ്ടിപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലൊരു നല്ലൊരു അനുഭവം തന്നെയാണ്, മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പം ഇനിയിപ്പോൾ എൻ്റെ താങ്കൾക്ക് ഇതുപോലെ ചാനലുകളൊക്കെ ആയിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയാണ്. പ്രോഗ്രാമുകൾ ഈ എൻ്റെ ഈ വടക്കേയുള്ള ഫൈനാൻസ് സൊസൈറ്റിയിൽ അത് മുഖേന ഞങ്ങൾ പിന്നെ ടൂറെന്ന് വെച്ചാൽ അന്ന് അതൊരു നല്ല അനുഭവമായതുകൊണ്ട് ഞാൻ പറയുക. ഞാൻ പ്രോഗ്രാം കൺവീനറായിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പൈസ എന്ന ആൾക്കാരും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അപ്പോൾ അക്ബർ ട്രാവൽസിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു വെറും 3500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 100 പേരെ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് 100 പേര് ഞങ്ങളുടെ മെമ്പേഴ്സിനെ തന്നെ അവരുടെ മക്കളെയും വയസ്സെന്നവരെയും കൊണ്ട് 100 പേരെയും കൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചിയിൽ ചെന്നു ഫ്ലൈറ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അനുഭവമായിരുന്നു. ഒരു എബോ 70 വരെ ഉള്ള ആൾക്കാർ അന്ന് പങ്കെടുത്തെന്നുള്ള. യുവതലമുറയ്ക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും ഇവിടേക്ക് വരുന്ന പ്രവാസികളായിട്ടുള്ളവർക്ക്? എനിക്ക് പ്രവാസികളായിട്ട് വരുന്നവർക്ക് അവർ ഈ
നമ്മുടെ നാടിനെ മറക്കാൻ പാടില്ല. നമ്മുടെ നാടാണ് നമ്മുടെ തീർച്ചയായിട്ടും. പക്ഷെ നാടിനെ മറക്കാതെ ഇപ്പോൾ കാണുന്നത് നേരെ തിരിച്ചാണ്. നാടെല്ലാം മറന്ന് അച്ഛനെയും അമ്മയും മാത്രം പിന്നെ വയസ്സ് എന്ന ആൾക്കാരെ മാത്രം അവിടെ ഒതുക്കിയിട്ട് ബാക്കി എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഇപ്പം എൻ്റെ മകൻ എന്നെ ചെയ്തത് എന്താണ്? എന്നെ എൻ്റെ വയസ്സായ എന്നോളം പ്രായമുള്ള ഭാര്യയായിട്ടാണ് ഞാൻ വന്നത്. അതൊരു മക്കൾ അത് തീർച്ചയായിട്ടും അതും പാലിക്കപ്പെടണം. അവരെ അവിടെ ബാക്കി ശേഷിച്ച ലൈഫ് അവർ നിങ്ങളോ കൂടൊപ്പം ഉണ്ടാവണം. അല്ലാതെ ജോലി കിട്ടിയെന്നും പറഞ്ഞ് അച്ഛനെയും അമ്മയും നാട്ടിൽ ഒതുക്കി കൂട്ടരുത്. കുറച്ച് പൈസ അയച്ചു കൊടുത്തോണ്ടായില്ല. അവരെ സ്വാതന്ത്ര്യമായിട്ട് വിടുക, അല്ലെങ്കിൽ അവരെയും കൂടെ കൊണ്ടുവന്ന് അതെൻ്റെ ഒരു അവരോടുള്ള ഇപ്പോഴത്തെ തലമുറയോടുള്ള ഒരു അഡ്വൈസ് അതാണ്. സ്വന്തം കാര്യം നോക്കാൻ പാടില്ല. അവരോടൊപ്പം നമ്മളെത്രയും വലുതാക്കിയ അച്ഛനെയും അമ്മയും കൂടെ. എൻ്റെ ഈ സുഹൃത്തുക്കളെല്ലാം എന്നെ പോലുള്ള അവരും പിന്നെ അച്ഛനെയും അമ്മയായിട്ടാണ് വന്നേക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് അവർക്ക് പറ്റുമെങ്കിൽ ഇതുപോലുള്ള സംരംഭങ്ങൾ ചെയ്യാം. വയ്യാത്തവരാണെങ്കിൽ പോലും വീട്ടിൽ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുണ്ട്. എൻ്റെ വീട് അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ ഇനിയിപ്പോൾ കേരളത്തിൽ അതുപോലെ നാട്ടിൽ കുറേ വർഷം കഴിയുമ്പോൾ വയസ്സ് എന്ന ആൾക്കാരുടെ ഒരു നാടാകുക എന്നൊക്കെയാണ് ആൾക്കാരുടെ പ്രഡിക്ഷൻ. എല്ലാവരും പ്രവാസ. അപ്പം അതുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള വയസ്സ് എന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, മക്കളോടൊപ്പം കൂടെ നല്ല മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക, അവരെയും കൂടെ കൊണ്ടുവരിക. അവരും കൂടെ അവർ വയസ്സായ ഒരു ചിന്ത പാടില്ല. ഇവിടെ വരിക, അവരോടൊപ്പം ജീവിക്കുക, ചെയ്യാവുന്നതിന് മാക്സിമം കാര്യങ്ങൾ നടത്തുക. അതൊക്കെയാണ് എൻ്റെ ഒരു അഡ്വൈസ്. താങ്ക് യു സോ മച്ച് സാർ. ഈ ഒരു ചെറിയ സമയത്തിൽ നമ്മുടെ കൂടെ ഒരു 10 മിനിറ്റ് ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ക്ലോസ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ പരിപാടി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ഷാജഹാൻ സാറിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്കായി അദ്ദേഹം ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും ഒരു ജീവിത മാർഗത്തിനായി വരുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു നാടാണ്. എല്ലാവിധത്തിലും ഇവിടുത്തെ ഭരണാധികാരികളും ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യുന്നൊരു നാടാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ചെറുപ്പക്കാർക്ക് അദ്ദേഹം തന്നൊരു ഉപദേശം വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ നാടിനെ മറക്കാതിരിക്കുക, നമ്മുടെ അച്ഛനമ്മേനെ മറക്കാതിരിക്കുക. അവരെയും കൂടെ നമ്മളൊരു നല്ലൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനും അവരെ അവിടെ ചേർത്ത് നിർത്താനും നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഷാജഹാൻ സാറിനും കുടുംബത്തിനും മക്കൾക്കും ഈ സ്ഥാപനത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.